ഹലോ എവരി വൺ, ഗുഡ് ഡേ ടു യു. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു മേജർ പ്രോഗ്രാം എന്ന് പറയുന്നത് ജപ്പാനിൽ ഓരോ സ്റ്റുഡൻറ്റിനും ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ട് ജപ്പാനിൽ പോയി അതുവഴി സെറ്റിൽമെന്റിലേക്കൊക്കെ പോകാൻ പറ്റുന്ന ഒരു വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇതിനെപ്പറ്റി നമ്മളോട് സംസാരിക്കാൻ നമ്മളോട് കൂടെയുള്ളത് അഡ്വക്കേറ്റ് ബെന്നി തോമസ് സാറാണ്. സീനിയർ സ്റ്റഡി അബ്രോഡ് കൺസൾട്ടന്റ് കൂടിയാണ് സാറ്. അപ്പോൾ സാറിനെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നിങ്ങൾ എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ലൊരു ട്രെയിൻ സെഷൻ ആയിരിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ ഓവർ ടു യു ബെന്നി സർ. താങ്ക് യു മിസ്റ്റർ ആൽവിൻ. ഇന്ന് മിസ്റ്റർ ആൽവിനോട് സൂചിപ്പിച്ചതുപോലെ ഫസ്റ്റ് ടൈം ഇന്ത്യയിൽ നിന്ന് ജപ്പാനിലേക്ക് ഗ്രാജുവേറ്റ്സിന് ഒരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ഇൻഡോ ജപ്പാൻ ഗവൺമെന്റുകൾ ഒരു ട്രീറ്റിയായി ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ഫസ്റ്റ് വിസ ഇഷ്യൂൻസ് നടക്കുന്നത് 2025 അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസിലേക്കാണ് പോകുന്നത്. നമുക്ക് ആദ്യം എന്തുകൊണ്ടാണ് ആൾക്കാർ ജപ്പാനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് നോക്കാം. നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ ഏഷ്യൻ കൺട്രീസിൽ ഏറ്റവും അധികം ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് ജപ്പാൻ, കൊറിയ ഒക്കെ ഏഷ്യൻ കൺട്രീസിലെ ഏറ്റവും ലീഡേഴ്സ് ആണ്. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു പാസ്പോർട്ടിന്റെ ഹോൾഡേഴ്സ് ആണ് ജപ്പാൻ. 193 രാജ്യങ്ങളിലേക്ക് ജപ്പാനീസ് പാസ്പോർട്ട് ഉള്ളവർക്ക് ഫ്രീ വിസ എൻട്രിയാണ്, വിസ ഓൺ അറൈവലാണ്. അതുപോലെ എഡ്യൂക്കേഷൻ രംഗത്ത് ഏറ്റവും അധികം ഹൈലൈറ്റഡ് ആയിട്ടുള്ള നേട്ടങ്ങൾ കൈവരിച്ചിരിക്കുന്ന ഒരു കൺട്രിയാണ് ജപ്പാൻ. സേഫ് ആയിട്ടുള്ള വർക്കിംഗ് എൻവയോൺമെന്റും ലൈഫ് സ്റ്റൈലും ഒക്കെ ഉള്ള ജപ്പാൻ എപ്പോഴും ഫോറിനേഴ്സിനെ നല്ല രീതിയിൽ വെൽക്കം ചെയ്യുന്ന ഒരു കൺട്രിയാണ്. അതുപോലെ എഡ്യൂക്കേഷന് പോകുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ്, റിസർച്ചിനുള്ള ഗ്രാൻസ്, മറ്റു കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ട് കൂടുതൽ സ്കോളേഴ്സിനെയും ഇന്റലക്ച്വൽസിനെയും ജപ്പാനിലേക്ക് അവർ എപ്പോഴും സ്വാഗതം ചെയ്യാറുണ്ട്. അതോടൊപ്പം നമ്മൾ ഫീസൊക്കെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പഠനത്തിനുള്ള ചെലവുകൾ എപ്പോഴും ട്യൂഷൻ ഫീസ്, ലിവിംഗ് കോസ്റ്റ് ഒക്കെ കമ്പാരിറ്റീവ്ലി മറ്റ് കൺട്രികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലൈക്ക് UK, ഓസ്ട്രേലിയ, കാനഡയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. അതുപോലെ അവർക്ക് ഗ്രാൻറ്റും സ്കോളർഷിപ്സും ഒക്കെ ലഭിക്കാറുണ്ട്. അതുപോലെ ജപ്പാനീസ് കൾച്ചർ ഏറ്റവും മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുന്ന, നമ്മളൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ ഈവൻ എയർപോർട്ടിൽ നിൽക്കുന്ന സ്റ്റാഫ് പോലും എത്ര കർട്ടസിലാണ് പെരുമാറുന്നത്. ഏറ്റവും നല്ല രീതിയിൽ അവർ നമ്മളെ കാണുകയും നമുക്ക് വേണ്ട റെസ്പെക്ട് തരികയും നമ്മളെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു കൾച്ചറാണ്. അവർ പരസ്പരം ബഹുമാനിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ഫോറിനേഴ്സിനെയും നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്യുന്ന ഒരു കൾച്ചറാണ് ജപ്പാൻ. അതോടൊപ്പം തന്നെ റേസിസം ഏറ്റവും കുറവുള്ള ഒരു കൺട്രിയാണ് ജപ്പാൻ. എല്ലാ രാജ്യത്തും ഒരു സർട്ടൺ എക്സ്റ്റന്റ് റേസിസം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പോലും ജപ്പാനെ പറ്റി കമ്പയർ ചെയ്യുമ്പോൾ ഈ നിരവധി രാജ്യങ്ങളിൽ പോയ എൻ്റെ ഒരു അനുഭവം വെച്ച് ഞാനൊരു കമ്പാരിസൺ പറഞ്ഞാൽ ജപ്പാനിൽ ഈ പറയുന്ന റേസിസം ഇല്ല എന്ന് തന്നെ പറയാം. പിന്നെ സാലറി സ്കെയിലിലേക്ക് വന്നു കഴിഞ്ഞാൽ മറ്റു രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ ഒരു അൺസ്കിൽഡ് ലേബർക്ക് പോലും വളരെ ഹൈ ആയിട്ടുള്ള സാലറിയാണ് ലഭിക്കുന്നത്. അതുപോലെ സ്കിൽഡ് എക്സ്പീരിയൻസ്ഡ് ആൾക്കാർക്ക് IT സെക്ടറിലുള്ളവർക്കൊക്കെ കിട്ടുന്ന സാലറി മറ്റൊരു രാജ്യത്തും കിട്ടാത്ത അത്രയും വലിയ ഹൈ പാക്കേജ് ആണ് ജപ്പാൻ ഗവൺമെന്റ് നൽകുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ജപ്പാൻ എപ്പോഴും ടെക്നോളജിയുടെ ലീഡേഴ്സ് ആണ്. ടെക്നോളജി, അതുപോലെ ഓട്ടോമൊബൈല്, മറ്റ് മേഖലകളിൽ ഏറ്റവും അധികം ലീഡ് ചെയ്യുന്ന ഒരു കൺട്രി കൂടിയാണ് ജപ്പാൻ. ഇനി നമുക്ക് ഈ പ്രോഗ്രാം, ഇപ്പം നമ്മൾ ഈ സംസാരിക്കുന്ന ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിന്റെ മെയിൻ ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കാം. ഇത് ഇന്ത്യ ഗവൺമെന്റും ജപ്പാൻ ഗവൺമെന്റുകളും തമ്മിൽ അപ്രൂവ് ചെയ്തിരിക്കുന്ന, അംഗീകരിച്ചിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഇത് റീസെന്റ്ലി സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രോഗ്രാമാണ്. ഇത് ഫസ്റ്റ് ടൈമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇന്റർനെറ്റിലൊക്കെ സർഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി അധികം ഇൻഫർമേഷൻ കിട്ടില്ല. ഇന്ത്യയിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക്, US-ലേക്കൊക്കെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിൽ കുട്ടികൾ പോകാറുണ്ട്. ഇത് ഫസ്റ്റ് ടൈമാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഗവൺമെന്റ് അപ്രൂവ്ഡ് ഒരു പ്രൊജക്റ്റാണ് ഇത്. ഇതിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് പല ഇന്റേൺഷിപ്പുകളും പെയ്ഡ് ആയിരിക്കില്ല. പക്ഷെ ഇത് പെയ്ഡ് ഇന്റേൺഷിപ്പാണ്. ഇവിടെ കുട്ടികൾക്ക് കൃത്യമായിട്ട് സാലറി പോലെ തന്നെ ഇന്റേൺഷിപ്പ് ടൈമിൽ അവർക്ക് റെമ്യൂണറേഷൻ ലഭിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അതുപോലെ ഇത് കംപ്ലീറ്റ് ചെയ്ത് കുട്ടികൾക്ക് തിരികെ ഇന്ത്യയിൽ വന്ന് വീണ്ടും പെർമനന്റ് ജോബിലേക്ക് പോകാനുള്ള ഒരു ഓപ്പണിങ്ങും കൂടി ഇതിൽ ഹിഡൻ ആയിട്ടുണ്ട്. അത് ഈ പോകുന്ന ഇന്റേൺസിന് ഭയങ്കര ഹെൽപ്ഫുൾ ആവുന്ന ഒരു ഫീച്ചറാണ്. ഈ പ്രോഗ്രാം ഇപ്പം ഉടൻ തന്നെ ഇപ്പോൾ ഓൾറെഡി 29th ഓഗസ്റ്റ് 2024 ആണ്. ഇത് 2025 സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാലും അതിന്റെ പ്രിപ്പറേഷനും രജിസ്ട്രേഷനും മറ്റു കാര്യങ്ങളും ആദ്യത്തെ 100 സ്റ്റുഡൻസിനുള്ള ബാച്ച് സെപ്റ്റംബർ 15 ആരംഭിക്കുകയാണ്. അപ്പോൾ രജിസ്ട്രേഷൻ വളരെ നിയർ ബൈ ആണ്. ആദ്യത്തെ 100 സ്റ്റുഡൻസിനുള്ള രജിസ്ട്രേഷനാണ് സെപ്റ്റംബർ 15 നടക്കുന്നത്. അപ്പോൾ
ഇതിൽ എന്തൊക്കെയാണ് സ്പെഷ്യാലിറ്റി നമുക്ക് നോക്കാം. 100 സ്റ്റുഡൻസിന്റെ ഒരു ബാച്ചാണെന്ന് ഇവിടെ പറഞ്ഞു. ടോട്ടലി ഈ 2025 ഈ പ്രോഗ്രാമിൽ 500 സ്റ്റുഡൻസിന് പോകാനുള്ള ഒരു എഗ്രിമെന്റ് ആണ് ഇന്ത്യ ഗവൺമെന്റ് ജപ്പാൻ ഗവൺമെന്റ് കൂടി ഈ സമയത്ത് സൈൻ ചെയ്തിരിക്കുന്നത്. ഈ 500 സ്റ്റുഡൻസ് 2025 അവിടെ എത്തിച്ചേരുന്നത്. ഇപ്പോൾ സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നവർ പോകുന്നതും 2025 ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഏതൊക്കെ ഫീൽഡുകളിൽ പോവാം? പല ഫീൽഡുകളിലും ഈ ജോബ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഹോട്ടൽ മാനേജ്മെന്റ്, കെയർ ഗീവേഴ്സ്, അഗ്രികൾച്ചർ, ഓട്ടോമൊബൈൽ സെക്ടർ, അങ്ങനെ പല ഫീൽഡിലും ഈ ഓപ്പർച്യൂണിറ്റീസ് ഇന്റേൺഷിപ്പിന് പോകുന്ന കുട്ടികൾക്ക് അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ ഇതിന്റെ സെലക്ഷൻ ക്രൈറ്റീരിയ എന്താണെന്ന് നോക്കാം. സെലക്ഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഡിഗ്രിക്ക് ഫൈനൽ ഇയറിൽ പഠിക്കുന്ന കുട്ടികളായിരിക്കും. ഫൈനൽ ഇയർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് ഡിഗ്രി പ്രോഗ്രാം ഫൈനൽ ഇയറിൽ പഠിക്കുന്ന ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന കുട്ടികൾക്ക് സെപ്റ്റംബറിൽ രജിസ്റ്റർ ചെയ്ത് ഇത് ആരംഭിക്കാവുന്നതാണ്. അവർക്ക് ബിഗിനിങ്ങിൽ തന്നെ ജപ്പാനീസ് ലാംഗ്വേജ് N5 ലെവൽ, ഏറ്റവും ലോവർ ലെവലാണ്, അതാണ് അവർ പഠിക്കേണ്ടത്. അത് ഓൺലൈൻ ക്ലാസ് കൊടുക്കും. സെപ്റ്റംബർ 15 ജോയിൻ ചെയ്താൽ ഇമ്മീഡിയറ്റ്ലി അവർക്ക് കൊടുക്കുന്ന ജപ്പാനീസ് ലാംഗ്വേജിലുള്ള ട്രെയിനിങ് ആണ്. ഈ ജപ്പാനീസ് ലാംഗ്വേജ് പഠിച്ച് പ്രോസസ്സിലേക്ക് വരുമ്പോൾ ഈ കുട്ടികൾ ഒരു നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോളേജിൽ നിന്നോ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ മേടിക്കേണ്ടതുണ്ട്. അപ്പോൾ N5 കംപ്ലീറ്റ് ചെയ്തു. ഈ NOC ലഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് N5 കംപ്ലീറ്റ് ചെയ്തവർക്ക് ഇവരെ ഇന്റേൺ ആയിട്ട് കൊണ്ടുപോകുന്ന ജപ്പാനീസ് എംപ്ലോയർ ഒരു ഇന്റർവ്യൂ അറേഞ്ച് ചെയ്യും. ആ ഇന്റർവ്യൂവിന്റെ ബേസിസിലാണ് ഇവരുടെ സെലക്ഷൻ. നോർമലി N5 പാസ്സായവർക്ക് അവർക്ക് ജപ്പാനീസ് ലാംഗ്വേജിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്കില്ലുണ്ടാവും. ഇന്റർവ്യൂ എപ്പോഴും ജപ്പാനീസ് മോഡിലായിരിക്കും. അത് പാസ്സാകുന്ന ഇന്റേൺസിനെയാണ് അവർ ഇന്റേൺഷിപ്പ് പ്രോസസ്സിലേക്ക് ഫർദർ ലീഡ് ചെയ്യുക. എന്തൊക്കെ സ്കിൽസ് ആണ്, എക്സ്പീരിയൻസസ് ആണ് ഈ ഒരു മേഖലയിൽ ആവശ്യമുള്ളത് നമുക്ക് നോക്കാം. ആക്ച്വലി ഇന്റേൺസ് എന്ന് പറയുന്നത് ഇപ്പം ഫൈനൽ ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾക്ക് വർക്ക് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസോ ലഭിച്ചിട്ടുണ്ടാവില്ല. അവർ തിയറി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിന് സ്പെസിഫൈഡ് ആയിട്ടുള്ള സ്കിൽസ് ഒന്നും റിക്വയർഡ് അല്ല. സ്കിൽസ് ഇല്ലെങ്കിലും എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും പോകാവുന്ന ഒരു പ്രോഗ്രാമാണ്. ഇന്റേൺഷിപ്പ് തന്നെ അവർക്കൊരു എക്സ്പീരിയൻസ് ലഭിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. എബ്രോഡ് പോയി വർക്ക് ചെയ്ത് ഇപ്പം ഹോട്ടൽ മാനേജ്മെന്റ് പോലുള്ള കോഴ്സിലൊക്കെ അവർ ട്രെയിനിങ് 6 months 1 year ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് കൊടുക്കുന്നത് പോലെ തന്നെയുള്ള ഒരു ട്രെയിനിങ് ഇന്റേൺഷിപ്പാണ് ജപ്പാനിൽ പോയി ചെയ്യുന്നത്. അപ്പോൾ അവരുടെ എഡ്യൂക്കേഷന്റെ പാർട്ടായിട്ട് കൂടി ഇത് വരുന്നത് കൊണ്ട് അവർക്കതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിരിക്കും. ഇനി ഫ്യൂച്ചറിൽ ജപ്പാനിലേക്ക് പോകുന്നില്ല, 1 year പോയി ഈ പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു വന്ന് ഇന്ത്യയിൽ സെറ്റിൽ ആകുന്നവർക്കും ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും എക്സ്പീരിയൻസ് പാർട്ട് ടൈം ചെയ്തിട്ടോ ഫുൾ ടൈം ചെയ്തിട്ടോ ഉണ്ടെങ്കിൽ അത് ഓഫ് കോഴ്സ് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഇതിൻ്റെ അകത്തെ സെലക്ഷൻ എല്ലാം എംപ്ലോയർ ആണ് നടത്തുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്റർവ്യൂസോ ടെസ്റ്റുകളോ ഒക്കെ നടത്തിയിട്ടായിരിക്കും ഈ സെലക്ഷൻ ക്രൈറ്റീരിയ ഉണ്ടാവുക. ആക്ച്വലി ഈ പ്രൊജക്ട് ഞാൻ പറഞ്ഞതുപോലെ 2025 സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യത്തെ ബാച്ചിന്റെ പ്രോസസ്സ് വിസ പ്രോസസ്സ് ജനുവരിയിൽ ആരംഭിക്കും. അവർ വിസ പ്രോസസ്സ് ആരംഭിച്ചാൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിലോടുകൂടി അവർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. ഈ സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ചിനാണ് പറയുന്നത്. അവരുടെ വിസ പ്രോസസ്സ് ആരംഭിക്കുന്ന ജനുവരിയിലായിരിക്കും. വിസ പ്രോസസ്സ് 3 to 4 months വേണം. അപ്പം ഏപ്രിലോടുകൂടി അവർക്ക് വിസ ഇഷ്യൂ ചെയ്യുകയും ഏപ്രിൽ മെയ്യിൽ അവർക്ക് ട്രാവൽ ചെയ്യാൻ കഴിയും. അതുപോലെ ഫെബ്രുവരിയിൽ ആരംഭിക്കുന്നവർ ഫർദർ വീണ്ടും 1 month കൂടി മുന്നോട്ട് പോകും. ആ രീതിയിൽ എൻഡ് ഓഫ് 2025 സെപ്റ്റംബറിലാണ് ലാസ്റ്റ് ബാച്ചിന്റെ വിസ പ്രോസസ്സ് ആരംഭിക്കുക. അവർ ബിഫോർ ഡിസംബർ 2025 ജപ്പാനിലേക്ക് ഇന്ത്യയിൽ നിന്ന് ട്രാവൽ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു സ്കീം ഗവൺമെന്റുകൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇത് ജപ്പാനിലെത്തിയാൽ എവിടെയായിരിക്കും വർക്കിംഗ് ലൊക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ജപ്പാനിൽ എവിടെയാകാം, ടോക്കിയോയിലാകാം, ഒസാക്കയിലാകാം, ഏത് സിറ്റിയിലും ആകാം. സിറ്റി അല്ല ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻറ്റ്. എംപ്ലോയർ, ഏത് എംപ്ലോയർ ആണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇന്റേൺഷിപ്പാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്കത് ഫ്യൂച്ചർ ജോബിന് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അത്തരത്തിലുള്ള ഒരു സെലക്ഷൻ ആയിരിക്കും ഇവിടെ നടക്കുക. വർക്കിംഗ് അവേഴ്സ് നോർമലി നിങ്ങളൊരു എംപ്ലോയി ആയിട്ട് തന്നെയാണ് പോകുന്നത്. ഞങ്ങളുടെ വർക്കിംഗ് അവേഴ്സ് 8 hours ആയിരിക്കും പെർ ഡേ. അത് 5 hours മൺഡേ ടു ഫ്രൈഡേ ആണ് നോർമലി ഒരു കോൺട്രാക്ട് പീരീഡ് നമുക്ക് കിട്ടുക. ഇന്റേൺസിന് നിങ്ങൾക്ക് കോൺട്രാക്ട് തന്നെ കിട്ടും. എംപ്ലോയർ ആണ് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നത്. ആ സമയത്ത് എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് ഉണ്ടാവും. മൺഡേ ടു ഫ്രൈഡേ 8 hours 40 hours പെർ വീക്ക് ആണ് നിങ്ങളുടെ നോർമൽ വർക്കിംഗ് അവേഴ്സ്. അത് നിങ്ങൾക്ക് ഓവർ ടൈം അലൗഡ് ആണ്. എംപ്ലോയേഴ്സിന് ഓവർ ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓവർ ടൈം ചെയ്യാനുള്ള പോസിബിലിറ്റിയും കൂടി ഈ ഇന്റേൺഷിപ്പിന്റെ സമയത്തുണ്ട്. നിങ്ങൾക്ക് ബേസിക്കലി 40 hours ഗ്യാരണ്ടീഡ് ആയിട്ട് ഇന്റേൺഷിപ്പിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ജോബ് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ഈ
ഇന്റേൺഷിപ്പിന്റെ ടൈമിലുള്ള അക്കോമഡേഷന് മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, സാധാരണ ചില എംപ്ലോയേഴ്സ് നിങ്ങൾക്ക് ഫ്രീ അക്കോമഡേഷൻ നൽകാം, ചില എംപ്ലോയേഴ്സ് നൽകില്ല. അത് എംപ്ലോയറെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇനിയും എംപ്ലോയർ നിങ്ങൾക്ക് അക്കോമഡേഷൻ തരുന്നില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള, ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു 15,000 20,000 ഇന്ത്യൻ റുപ്പീസ് മാത്രമേ നിങ്ങൾക്ക് ഒരു മന്തിൽ അക്കോമഡേഷന് കോസ്റ്റ് വരുള്ളൂ. നിങ്ങളുടെ ട്രാവല്, ഫ്ലൈറ്റ്, മറ്റു കാര്യങ്ങളൊക്കെ എംപ്ലോയറുടെ ഡിസ്ക്രിപ്ഷനാണ്. ചില എംപ്ലോയേഴ്സ് നിങ്ങൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ഫ്രീ തരാം. മോസ്റ്റ് ഓഫ് ദി ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിൽ എംപ്ലോയേഴ്സ് കൊടുക്കാറില്ല ഫ്ലൈറ്റ് ടിക്കറ്റ്. അതുപോലെ നിങ്ങൾക്ക് സപ്പോർട്ട് തീർച്ചയായിട്ടും ജപ്പാൻ എംപ്ലോയറിൽ നിന്നും നിങ്ങളുടെ കൺസൾട്ടിങ് ടീമിൽ നിന്നും നിങ്ങൾക്ക് എല്ലാ സമയത്തും ഫുൾ ടൈം സപ്പോർട്ട് ലഭിക്കുന്നതാണ്. നിങ്ങൾ സെലക്റ്റഡ് ആയി വിസ പ്രോസസ്സിലേക്ക് കിടക്കുമ്പോഴുള്ള ഡോക്യുമെന്റേഷനും മറ്റു സപ്പോർട്ടും തീർച്ചയായിട്ടും അത് എംപ്ലോയർ, ക്ലയന്റും ഞങ്ങളുടെ ടീമും കൂടെ ചേർന്നിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ജപ്പാനിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു ചോദ്യം നിങ്ങളുടെ മൈൻഡിലുണ്ടാവും. നിങ്ങൾ ഒരു ഇന്റേൺ ആയിട്ട് പോകുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി വിത്തിൻ എ വീക്ക് ഓർ 2, മാക്സിമം 1 or 2 വീക്സേ നിങ്ങൾക്ക് അവിടെ എത്തി നിങ്ങളുടെ പെർമിറ്റ് കാർഡ് കയ്യിൽ വരാനുള്ള ടൈം എടുക്കുള്ളൂ. ആ സമയത്ത് നിങ്ങൾക്ക് ജോബ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ വീക്കിലി ഈ പറഞ്ഞ 40 hours നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഫസ്റ്റ് വീക്കിൽ തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടൈമും വേസ്റ്റ് ആകുന്നില്ല. നിങ്ങളുടെ 1 year ഡ്യൂറേഷനിൽ നിങ്ങൾക്ക് 1 year തന്നെ ജോബ് ചെയ്യാം. നിങ്ങളുടെ നോർമൽ കോൺട്രാക്റ്റഡ് അവേഴ്സ് പ്ലസ് ഓവർ ടൈം അലവ് ചെയ്യുന്ന എംപ്ലോയർ ആണെങ്കിൽ നിങ്ങൾക്ക് അത് വർക്ക് ചെയ്യാം. എന്ത് സാലറി കിട്ടും, അല്ലെങ്കിൽ ഇന്റേൺഷിപ്പിന് എന്താണ് റെമ്യൂണറേഷൻ കിട്ടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഇന്റേണിന് നോർമലി ഏറ്റവും ബേസിക് ഞാൻ ഈ പറഞ്ഞ 40 hours പെർ വീക്ക് നിങ്ങൾ വർക്ക് ചെയ്യുവാണെങ്കിൽ 1,76,000 ജപ്പാനീസ് yen ലഭിക്കും. അത് ഓവർ ടൈം ഒക്കെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും മിനിമം ഓവർ ടൈം 10 മണിക്കൂർ ഒരു വീക്കിൽ ഓവർ ടൈം കൂട്ടിയാൽ 2,25,000 ജപ്പാനീസ് yen ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ഇന്ത്യൻ മണിയിൽ പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 1 lakh to 1,30,000 ഇന്ത്യൻ റുപ്പീസ് നിങ്ങൾക്ക് നിങ്ങളുടെ റെമ്യൂണറേഷൻ ആയിട്ട് ഈ ഇന്റേൺഷിപ്പിന്റെ ടൈമിൽ പെർ മന്ത് ലഭിക്കും. അതിൻ്റെ അകത്ത് ടാക്സും മറ്റ് ഡിഡക്ഷൻസും ഒക്കെ പോകേണ്ടതാണ്. അതുപോലെ നിങ്ങൾക്ക് അഡീഷണൽ ബെനിഫിറ്റ്സോ ബോണസോ മറ്റു കാര്യങ്ങളൊക്കെ തരുന്നുണ്ടെങ്കിൽ അത് എംപ്ലോയറെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. മിക്ക എംപ്ലോയേഴ്സ് അത്തരത്തിലുള്ള ബെനിഫിറ്റ്സ് സ്റ്റുഡൻസിന് കൊടുക്കാറുണ്ട്. അപ്പം ഇന്റേൺസിനെ മാക്സിമം സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഇവിടെ ഞാൻ ആദ്യം സൂചിപ്പിച്ചിരുന്നു, ലാംഗ്വേജ് പഠിക്കണം, N5 പഠിക്കണം. N5 എന്ന് പറയുന്നത് 5 ലെവലുള്ള ജപ്പാനീസ് ലാംഗ്വേജിന്റെ ഏറ്റവും ബേസിക് ലെവലാണ്. N5, N4, N3, N2, N1 ഇതാണ് ലാംഗ്വേജിന്റെ പ്രോഗ്രഷൻ. അപ്പോൾ N5 എന്ന് പറയുന്ന കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ടുള്ള ജപ്പാനീസ് ലാംഗ്വേജ് പഠിക്കുകയും നിങ്ങളത് 180 hours നിങ്ങൾക്ക് കമ്പൽസറി ആയിട്ട് നിങ്ങളത് പഠിക്കണം. 180 hours നിങ്ങൾക്ക് ഓൺലൈനിലായിരിക്കും ക്ലാസ് ഉണ്ടാവുക. ഓൺലൈൻ അതായത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആണ്, നിങ്ങളുടെ എഡ്യൂക്കേഷന് ഒബ്സ്ട്രക്ഷൻ വരാത്ത രീതിയിലാണ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈവനിങ് അവേഴ്സിലായിരിക്കും നിങ്ങൾക്ക് ഡെയിലി 1 or 2 hours അല്ലെങ്കിൽ 3 hours വരെ ആവാം. 3 months കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത് 180 hours ആണ്. അപ്പം ചില സമയത്ത് വീക്കെൻഡുകളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവും. അത് അതിന്റെ ഷെഡ്യൂള് നിങ്ങളുടെ രജിസ്ട്രേഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ജപ്പാനിൽ എത്തിക്കഴിഞ്ഞാൽ വേണ്ട കൾച്ചറൽ ഓറിയന്റേഷൻ, അതിന്റെ ഒരു ട്രെയിനിങ്ങും ഇതൊക്കെ ഓൺലൈനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ എംപ്ലോയറുടെ ഇന്റർവ്യൂ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്, ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ പേപ്പർ വർക്ക്, ലീഗൽ മറ്റു കാര്യങ്ങളൊക്കെ നോക്കുന്നത് എംപ്ലോയറുടെ ടീമായിരിക്കും. ഇനിയും നിങ്ങൾ ഈ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും അപ്രൈസലോ പെർഫോമൻസ് ഇവാലുവേഷനോ മറ്റു കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യം നോർമലി നിങ്ങൾക്ക് ഉണ്ടാവാം. തീർച്ചയായിട്ടും ഈ ഇന്റേൺഷിപ്പ് ഗവൺമെന്റ് പ്രൊജക്റ്റിൽ പോകുന്നതാണ്. നിങ്ങളുടെ ഓരോ ആക്ടിവിറ്റിയും അവിടെ എംപ്ലോയർ മോണിറ്റർ ചെയ്യുന്നുണ്ട്. മോണിറ്റർ ചെയ്യുന്ന ഈ പ്രോഗ്രാം നിങ്ങൾക്ക് എൻഡ് ഓഫ് ദി പ്രോഗ്രാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിന്റെ ഫീഡ്ബാക്ക്, ചിലപ്പോൾ നിങ്ങൾക്ക് മന്ത്ലി ഫീഡ്ബാക്ക് പോലും ഞങ്ങളുടെ ടീമിന് അയച്ചു തരാൻ സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ അവർ മന്ത്ലി ഇല്ലെങ്കിലും ഇയർ എൻഡിൽ തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് നൽകുന്നതാണ്. ഇന്റേൺഷിപ്പ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കുന്നവർക്ക് ഇതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നിങ്ങൾ സൈനപ്പ് ചെയ്ത കോൺട്രാക്ട് പ്രകാരം കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് നിങ്ങളുടെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും എംപ്ലോയർ തന്നെ ഇഷ്യൂ ചെയ്യുന്നതാണ്. അപ്പം ഇത് വളരെ ഒരു ബെനഫിഷ്യൽ ആയിട്ടുള്ള, സ്റ്റുഡൻസിന് ഏറ്റവും സപ്പോർട്ടീവ് ആയിട്ടുള്ള, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആണ്. ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജപ്പാനിലേക്ക് പോകാൻ കഴിയുന്നു. നിങ്ങൾക്ക് അവിടെ എത്തി ഈ പ്രോഗ്രാം 1 year ആണ് അതിന്റെ ഡ്യൂറേഷൻ. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അവിടെ നിന്നുകൊണ്ട് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല. എക്സാക്ട്ലി 12 months കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ വിസ പീരീഡ് തീരുന്നതാണ്. പിന്നെ നിങ്ങൾക്കുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ ഫ്യൂച്ചർ നിങ്ങൾക്ക് തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തിയതിനു ശേഷം ഞങ്ങൾക്ക് വീണ്ടും നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ട് സെയിം എംപ്ലോയറിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു എംപ്ലോയറിലേക്കോ ഫുൾ ടൈം എംപ്ലോയ്മെന്റിന് വിടേണ്ട ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കാരണം ഓൾറെഡി നിങ്ങൾ ജപ്പാനിലെത്തി 1 year വർക്ക് ചെയ്തു, നിങ്ങൾക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും
ഫുൾ ടൈം എംപ്ലോയ്മെന്റിലേക്ക് മാറാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അതായത് നിങ്ങൾ ഫുൾ ടൈം എംപ്ലോയ്മെന്റിലേക്ക് മാറിയാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഗ്രാജുവലി പാത്വേയിലൂടെ നിങ്ങൾ സെറ്റിൽമെന്റിലേക്ക് എത്തും. നിങ്ങൾക്ക് PR ലഭിക്കുകയും ജപ്പാനിൽ സെറ്റിൽ ആകാൻ, ഫാമിലി സ്റ്റാറ്റസോടുകൂടി സെറ്റിൽ ആകാനുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ് ആക്ച്വലി നിങ്ങളുടെ ഈ പെയ്ഡ് ഇന്റേൺഷിപ്പ്. ഈ ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾ എത്രയും വേഗം ഗ്രാബ് ചെയ്താൽ നിങ്ങൾക്ക് ഇത് ഫസ്റ്റ് ടൈം ആണ് ഇന്ത്യ ഗവൺമെന്റും ജപ്പാൻ ഗവൺമെന്റും ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം സൈനപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് അത് വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും. ഇനി ഇതിന്റെ കോസ്റ്റിംഗ് പാർട്ടിനെ പറ്റി നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവാം. കോസ്റ്റിംഗ് പാർട്ടിനെ പറ്റി പറയുമ്പോൾ ഇത് വളരെ ഒരു പാക്കേജ് ആയിട്ടാണ് ഗവൺമെന്റ് ഇത് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ്ലി 2.25 lakhs ഇന്ത്യൻ മണിയിൽ പറയുമ്പോൾ കോസ്റ്റ് വരുന്ന ഒരു പ്രോഗ്രാമാണിത്. അതിൻ്റെ അകത്ത് ഇവിടെ കൊടുത്തിരിക്കുന്നത് പോലെ നിങ്ങളുടെ ജപ്പാനീസ് ഡോക്യുമെന്റ് ട്രാൻസ്ലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇംഗ്ലീഷിലുള്ള ഒരു ഡോക്യുമെന്റ് ജപ്പാനീസ് എംപ്ലോയേഴ്സ് നോക്കില്ല, അത് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള കോസ്റ്റ്, നിങ്ങളുടെ 180 hours ഓഫ് കമ്പൽസറി N5 ലെവൽ ട്രെയിനിങ്, അത് കഴിഞ്ഞിട്ട് N5 നിങ്ങൾക്ക് സർട്ടിഫിക്കേഷൻ തരാണ്ട് നിങ്ങൾക്ക് എക്സാം ഇട്ട് നിങ്ങൾക്ക് സർട്ടിഫൈ ചെയ്യാനുള്ള കോസ്റ്റ്, നിങ്ങളുടെ കോർഡിനേഷന്, എംപ്ലോയർ ഇന്റർവ്യൂ പ്രിപ്പറേഷന്, മറ്റു കാര്യങ്ങളുടെ കോസ്റ്റ്, വിസ ഫീസ്, അതുപോലെ സർവീസ് ചാർജ് എല്ലാം ഈ ഫീസിൽ ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ നിങ്ങളുടെ 1 way ടിക്കറ്റ്, നിങ്ങൾ ജപ്പാനിലേക്ക് പോകുന്ന 1 way ടിക്കറ്റ് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ എയർപോർട്ട് പിക്കപ്പ് ആൻഡ് അക്കോമഡേഷൻ അസിസ്റ്റൻസ് ഇൻ ദ സെൻസ് നിങ്ങൾക്ക് വേണ്ട അറേഞ്ച്മെന്റ്സ് ചെയ്യും, അതിന്റെ പേയ്മെന്റ് നിങ്ങൾ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതൊരു 2.25 lakhs നിങ്ങൾക്ക് ജപ്പാനിലെത്തി ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ്. നിങ്ങൾ കണ്ടു 1 lakh to 1,30,000 നിങ്ങൾക്ക് പെർ മന്ത് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം മുടക്കുന്ന പൈസ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ മീഗറായിട്ടുള്ള ഒരു എമൗണ്ട് ആണ്. നിങ്ങൾക്ക് 1 year കൊണ്ട് നല്ലൊരു സേവിങ് ആക്കി നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കേഷൻ നേടി ജപ്പാൻ വർക്ക് എക്സ്പീരിയൻസോടുകൂടി തിരികെ വരാനും ഇനി ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് ആ കൺട്രി ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്താൽ വീണ്ടും പോകാനുള്ള ഒരു ഗേറ്റ് വേ പ്രോഗ്രാമാണ് ആക്ച്വലി ഈ ഒരു പ്രോഗ്രാം ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ പേയ്മെന്റ് സ്റ്റേജസ് ഒക്കെ ഇവിടെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ. രജിസ്ട്രേഷൻ ഉണ്ട്, എപ്പോഴെപ്പോഴാണ് നിങ്ങളുടെ പേയ്മെന്റുകൾ നടത്തേണ്ടതെന്ന് അടുത്ത പേജിൽ പറയുന്നുണ്ട്. അത് നിങ്ങൾ നോക്കുക. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടും ഇതിന്റെ ഓരോ സ്റ്റേജിലെ പേയ്മെന്റും കാണാൻ കഴിയും. ഈ പേയ്മെന്റുകൾ നിങ്ങൾ കൃത്യമായിട്ടും ഫോളോ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സ് തീരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്ത് പേയ്മെന്റും കംപ്ലീറ്റ് ചെയ്ത് N5 നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നതാണ്. ഇതാണ് ഈ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിന്റെ ഒരു ബ്രീഫിങ്. നിങ്ങൾക്ക് ഇത് ബേസ് ചെയ്തിട്ടുള്ള ഡൗട്ട്സും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഈ സമയത്ത് ചോദിക്കാവുന്നതാണ്. സർ, ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഇപ്പം ഞാൻ ജപ്പാൻ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിന് ചേർന്നാൽ എൻ്റെ ഫൈനൽ ഇയർ എക്സാമിന് വേണ്ടി ഞാൻ തിരിച്ചു വരേണ്ടി വരുമോ? അത് ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളിപ്പം ജൂൺ ജൂലൈയിൽ നിങ്ങളുടെ ക്ലാസ്സസ് ആരംഭിച്ചു. ഫൈനൽ ഇയർ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് നമ്മൾ ഈ പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സെപ്റ്റംബറിൽ ഞങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സസ് ആരംഭിച്ചാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു മിനിമം 3 months വേണം 180 hours കവർ ചെയ്യാൻ. ചിലപ്പം 3.5 months വേണ്ടി വരാം. അപ്പോൾ സെപ്റ്റംബർ പകുതിക്ക് തുടങ്ങിയാൽ ഒക്ടോബർ, നവംബർ, ഡിസംബർ മിഡിൽ അല്ലെങ്കിൽ ഡിസംബർ എൻഡിലോ ആയിരിക്കും നിങ്ങൾ N5 ഓൺലൈനിൽ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞിരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ മനസ്സിലാകും, ജനുവരിയിലാണ് നിങ്ങളുടെ വിസ പ്രോസസ്സ് ആരംഭിക്കുന്നത്. കാരണം നിങ്ങൾ ഡിസംബറോടുകൂടി നിങ്ങളുടെ N5 കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു, നിങ്ങൾക്ക് അതിന്റെ സർട്ടിഫിക്കേഷൻ ലഭിച്ച് ജനുവരിയിൽ നിങ്ങളുടെ എംപ്ലോയർ ഇന്റർവ്യൂ കഴിഞ്ഞ്, നേരത്തെ പറഞ്ഞിരുന്നു, ഇന്റർവ്യൂ കഴിഞ്ഞാൽ വിസ പ്രോസസ്സ് മിനിമം 3 to 4 months. ജപ്പാനിൽ കുറച്ച് ലെങ്തിയാണ്, ടൈം എടുക്കും. അപ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിലായിരിക്കും നിങ്ങളുടെ വിസ നിങ്ങൾക്ക് സ്റ്റാമ്പ് ചെയ്ത് വരിക. അപ്പോൾ ആ സമയത്ത് തന്നെ നിങ്ങളുടെ എക്സാം, ഞാൻ മനസ്സിലാക്കുന്നത് നോർമലി ഇന്ത്യയിലെ എക്സാംസ് നടക്കുന്നത് മാർച്ച്, ഏപ്രിലാണ് ഡിഗ്രി ഫൈനൽ ഇയേഴ്സിൽ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഫൈനൽ ഇയർ സ്റ്റുഡൻസിനെ കൂടുതലായിട്ട് ഇതിൽ ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എക്സാം എഴുതാൻ വേണ്ടി ഇൻ ബിറ്റ്വീൻ തിരികെ വരിക, നിങ്ങളുടെ കോഴ്സ് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് അതിന്റെ സർട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പിന്നീട് മേടിക്കാം. നിങ്ങൾ എക്സാം എഴുതിയതിന് ശേഷമായിരിക്കും ജപ്പാനിലേക്ക് ട്രാവൽ ചെയ്യുക. സാർ, ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്ന സ്റ്റുഡൻസിന് ഈ ജപ്പാൻ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? സെക്കൻഡ് ഇയർ പഠിക്കുന്ന കുട്ടികൾക്ക് ജോയിൻ ചെയ്യാം. പക്ഷേ ഇതിൻ്റെ അകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാനിപ്പം ഇവിടെ ഫൈനൽ ഇയർ സ്റ്റുഡൻസിനാണ് കംഫർട്ടബിളി അവർ പിന്നെ തിരിച്ചു വരികയോ എക്സാം എഴുതാൻ വേണ്ടി നിൽക്കുകയൊന്നും വേണ്ട. സെക്കൻഡ് ഇയർ പഠിക്കുന്ന കുട്ടികൾക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, അവർ പോകുന്നു സെക്കൻഡ് ഇയറിന്റെ എക്സാം കംപ്ലീറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ അവരുടെ തേർഡ് ഇയറിന്റെ പഠനം ഒന്നെങ്കിൽ ബ്ലോക്ക് ആവും, അല്ലെങ്കിൽ തേർഡ് ഇയർ അവർ ഈ ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് വന്നതിന് ശേഷമേ അവർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. തേർഡ് ഇയർ അറ്റൻഡൻസ് ഇല്ലാതെ എഴുതാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിഷയം വരുന്നതുകൊണ്ട് നോർമലി ഇത് ഫോക്കസ് ചെയ്യുന്നത് ഫൈനൽ ഇയർ, തേർഡ് ഇയർ കുട്ടികൾക്കായിരിക്കും. സെക്കൻഡ് ഇയർ അത്ര അഡ്വൈസബിൾ അല്ല. സാർ, അതേപോലെ തന്നെ ഡിഗ്രിക്കാർക്ക് മാത്രമേ ഇത് പറ്റുള്ളൂ? +2 സ്റ്റുഡൻസിനോ മാസ്റ്റേഴ്സ് പഠിക്കുന്നവർക്കും ഇത് പോസിബിൾ ആണോ?
ആ ഒരു ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും ഇത് ഡിഗ്രിക്കാർക്ക് വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഈ ഇന്റേൺഷിപ്പ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. +2 കഴിഞ്ഞവർക്ക് +2 കഴിഞ്ഞ് ജപ്പാനിലേക്ക് പോകേണ്ട മറ്റ് സ്കീമുകൾ നമ്മുടെ കമ്പനി ഇൻഡോ ജപ്പാൻ പ്രൊജക്റ്റിൽ ചെയ്യുന്നുണ്ട്. PGക്കാർക്ക് ഇത് അഡ്വൈസ് ചെയ്തിട്ടില്ല. ഇത് ഡിഗ്രി ഓൺലി, ഫൈനൽ ഇയർ ഡിഗ്രിക്കാരെ മാത്രമാണ് ഈ ഒരു പ്രോഗ്രാമിൽ ഇപ്പോൾ ഗവൺമെന്റ് ഫോക്കസ് ചെയ്യുന്നത്. ഫ്യൂച്ചറിലേക്ക് ചിലപ്പം PGക്കാർക്കൊക്കെ ഉള്ള ഇന്റേൺഷിപ്പ് വരാൻ സാധ്യതയുണ്ട്. ഇതിലിപ്പം പറയുകയാണെങ്കിൽ ഫൈനൽ ഇയർ ഡിഗ്രി എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ചാൻസസ് ഉണ്ടാകും. എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിലുള്ളവർക്ക് തീർച്ചയായിട്ടും ഓട്ടോമൊബൈൽ, ഞാൻ ആദ്യം സൂചിപ്പിച്ചു, ജപ്പാൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ നമ്പർ 1 കൺട്രി ഇൻ ദ വേൾഡ് ആണ്. അപ്പം അവിടെയുള്ള ജയന്റ് ആയിട്ടുള്ള വലിയ വലിയ മാനുഫാക്ചറേഴ്സിന് ഇന്റേൺസിനെ ആവശ്യമുണ്ട്. ആ ഇന്റേൺഷിപ്പ് ഇപ്പോൾ അവർ പഠിച്ച മേഖലയിൽ തന്നെ പോവുകയാണെങ്കിൽ, ഡിഗ്രി എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് ഓട്ടോമൊബൈൽ ബാക്ക്ഗ്രൗണ്ട്, CAD പോലെയുള്ള ഡിസൈനേഴ്സിനൊക്കെ പോവുകയാണെങ്കിൽ അവർക്കത് തീർച്ചയായിട്ടും അവരുടെ പ്രൊഫൈലിൽ വലിയൊരു ലാൻഡ്മാർക്ക് ആയിരിക്കും ഈ എക്സ്പീരിയൻസ്, ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസ്. അപ്പൊ 3rd ഇയർ പഠിച്ചു തീരുന്നവർ പോകുന്നതായിരിക്കും ഏറ്റവും നല്ല ഒരു മൂവ്മെന്റ്. സർ, NOC സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് ആരാണ് തരേണ്ടത്? ഇതിന് പർട്ടിക്കുലർ ഫോർമാറ്റ് ഉണ്ടോ? NOC എന്ന് പറഞ്ഞ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്. അതായത് ഇപ്പം ഈ ഒരു പ്രൊജക്ട് നടക്കുമ്പോൾ നിങ്ങൾ സ്റ്റുഡന്റ് ആണ്, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ്. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഈ സ്കൂളിലെ അല്ലെങ്കിൽ കോളേജിലെ ഈ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡന്റ് ആണെന്ന് അവർ ആദ്യം അപ്രൂവ് ചെയ്യണം. അത് ഒരു ലെറ്റർ, അതിനൊരു ടെംപ്ലേറ്റ് ഉണ്ട്. അതായത് ഗവൺമെന്റ് അപ്രൂവ് ചെയ്തൊരു ടെംപ്ലേറ്റ് ഉണ്ട്. നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് രജിസ്റ്റർ കഴിഞ്ഞാൽ ആ ടെംപ്ലേറ്റ് തരും. ആ ടെംപ്ലേറ്റ് നിങ്ങളുടെ കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ കൊടുത്തിട്ട് അത് യൂണിവേഴ്സിറ്റിയുടെ ലെറ്റർ പാഡിലോ അവരുടെ ഇമെയിലിൽ നിന്നോ നമുക്ക് ഇമെയിൽ ചെയ്യുന്നത് പോലെ അത് ഒരു അപ്രൂവലാണ്. നിങ്ങൾ അവിടുത്തെ സ്റ്റുഡന്റ് ആണെന്നും നിങ്ങളുടെ റോളും നമ്പറും ID-യും ഇത്രയാണെന്നും ഇത് ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആണെന്നും ഈ സ്റ്റുഡന്റ് ഈ ഇൻഡോ ജപ്പാൻ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിൽ ജപ്പാനിലേക്ക് പോകുന്നതിന് ഞങ്ങളുടെ കോളേജിന് യാതൊരു വിധത്തിലുള്ള ഒബ്ജക്ഷൻ ഇല്ല എന്നുമുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ്. ഈ ഒരു പ്രോഗ്രാമിനെ പറ്റി ഇത്ര ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നതിന് സർ എക്സ്പെഷ്യലി താങ്ക് യു. സോ എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസോ ഉണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. പ്രോഗ്രാം ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുമ്പോൾ പറഞ്ഞു തരുന്നതാണ്. താങ്ക് യു വെരി മച്ച്.